Hey guys, welcome back to Be Fluent. ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്ത ടൈമിൽ അതിലൊരു കമന്റ് ഉണ്ടായിരുന്നു, കവലറ്റിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. സോ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എങ്ങനെ എഫക്റ്റീവായിട്ട് കവർ ലെറ്റർ റെഡിയാക്കാം എന്നുള്ളതാണ്. എന്താണ് കവർ ലെറ്റർ, കവർ ലെറ്റർ എങ്ങനെ സെറ്റ് ചെയ്യാം, കവർ ലെറ്റർ റെഡി ആക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോട്ട് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി. So guys, please subscribe my YouTube channel, share with your dear and new ones, spread love, hit the like button, so don't waste your time, continue watching the full video. First one, what is cover letter? എന്താണ് കവർ ലെറ്റർ? കവർ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോബിന് വേണ്ടിയിട്ട് നമ്മളൊരു കമ്പനിയിലോട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു റെസ്യൂമെയാണ്. റെസ്യൂമയുടെ കൂടെ അറ്റാച്ച് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് കവർ ലെറ്റർ എന്ന് പറയുന്നത്. റിക്രൂട്ടേഴ്സ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കവർ ലെറ്റർ നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കവർ ലെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പേജേ കാണത്തുള്ളൂ. ഒറ്റ പേജിനകത്ത് നമ്മളുടെ കൺക്ലൂഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. അത് 3 സെറ്റ് ഓഫ് പാരഗ്രാഫ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് വൺ ബോഡി, ദെൻ തേർഡ് വൺ കൺക്ലൂഷൻ ആണ്. ഒരു റെസ്യൂമി നോക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് നമ്മൾ എന്താണെന്ന് കവർ ലെറ്റർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ നമ്മുടെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ പറ്റും. സെക്കൻഡ് വൺ നമ്മൾ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സ്കിൽസ് ആണ് അതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ഒരു റെസ്യൂമി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ, അത് കഴിഞ്ഞതിന് ശേഷം ഈ ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം വരെ എക്സ്പൈസഡ് കമ്പനി വർക്ക് ചെയ്യുന്ന അതിന്റെ എന്തൊക്കെ റോൾ ഹാൻഡിൽ ചെയ്യുന്നത്, പിന്നെ പ്രത്യേകമായിട്ട് സ്കിൽസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. വീണ്ടും രണ്ടാമത്തെ വർക്ക് എക്സ്പീരിയൻസ്, അവിടെ ഇന്നതൊക്കെയാണ് ഹാൻഡിൽ ചെയ്തത്. അതേസമയം കവർ ലെറ്ററിലാവുമ്പോഴത്തേക്ക് എല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്തിട്ട് ഞാൻ 2 ഇയേഴ്സ് എനിക്ക് ടോട്ടൽ അതിൽ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണുള്ളത്, ഞാൻ അതിൽ ഇത്രയൊക്കെ എനിക്ക് ഇത്ര സ്കിൽസ് ഗെയിൻ ആയിട്ടുണ്ട്. തേർഡ് വൺ, എത്രത്തോളം ഈ കമ്പനിയെ പറ്റി അറിഞ്ഞിട്ടുണ്ട്, ഈ കമ്പനി ഓക്കെ ആയിട്ടുണ്ട്. മീൻസ് നമ്മളൊരു കമ്പനിയിൽ അങ്ങോട്ട് അയക്കുമ്പോഴത്തേക്ക് ഈ കമ്പനിയിൽ ഫിറ്റ് ആണോ, ഈ കമ്പനിയെ പറ്റി അറിയാം, ഈ കമ്പനിയെ പറ്റി അത്രത്തോളം അറിഞ്ഞ് ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ അതൊരു പ്ലസ് പോയിന്റ് ആണ്. What is cover letter? A cover letter is a formal document that accompanies your resume or job application when applying for a job. It serves as an introduction to the employer, highlighting why you're interested in the position, how your skills and experience match the job requirements, and why you're a good fit for the company. A cover letter allows you to share your personality, enthusiasm, and the passion for the role. First one, start with strong opening. Address them dear hiring manager. ഒരു മെയിൽ അയക്കുന്നത് പോലെ ഡിയർ സാർ, ഡിയർ മാഡം അതൊന്നും വേണ്ട. ഒരു സ്റ്റാൻഡർഡൈസേഷൻ എന്ന രീതിയിൽ ഡിയർ ഹയറിംഗ് മാനേജർ എന്ന് മെൻഷൻ ചെയ്യാം. സപ്പോസ് പേര് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ അറിയാമെന്നുണ്ടെങ്കിൽ, നെയിം അറിയാം, പേരറിയാമെന്നുണ്ടെങ്കിൽ ഡിയർ പ്ലസ് മിസ്, അല്ലെങ്കിൽ ലേഡി ആണെങ്കിൽ മിസ് എന്ന് മെൻഷൻ ചെയ്യാം, ജെൻസ് ആണെങ്കിൽ മിസ്റ്റർ എന്ന് മെൻഷൻ ചെയ്തിട്ട് പേര് മെൻഷൻ ചെയ്യാം. ഫസ്റ്റ് ലൈനിൽ ഞാൻ ഇതാണ്, എൻ്റെ പേര് ഇതാണ്, ഞാൻ ഈ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത്, ഞാൻ ഈ ജോബിൻ്റെ കാര്യം അറിഞ്ഞത് ഇന്ന വെബ്സൈറ്റിൽ നിന്നാണ്, എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് റെഫറൻസ് ചെയ്തതാണ്, അങ്ങനെ അവിടെ ഒരു മെൻഷൻ ചെയ്യാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ മെൻഷൻ ദ ജോബ് യു ആർ അപ്ലൈ, ഏത് ജോബിന് വേണ്ടിയിട്ടാണോ അപ്ലൈ ചെയ്യുന്നത് അത് മെൻഷൻ ചെയ്യുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സെൻറ്റൻസ് എങ്ങനെ ഈ ജോബിനെ പറ്റി അറിഞ്ഞു എന്നുള്ളതും കൂടെ മെൻഷൻ ചെയ്യുന്നത് കുറച്ച് നന്നായിരിക്കും. First paragraph, introduction part. Dear hiring manager, I am writing to express my interest in the marketing coordinator position at XYZ as advertised on your website. With a bachelor's degree in marketing and 2 years of experience working in digital marketing, I believe I can contribute positively to your team. സെക്കൻഡ് വൺ ബോഡി. അതിനെ വീണ്ടും നമ്മൾ 2 പാർട്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് വൺ, ഷോ യുവർ ക്വാളിഫിക്കേഷൻ. എന്തായാലും നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ കമ്പനി വെബ്സൈറ്റിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ കാണും. അപ്പോൾ എന്താണ്, ഞാൻ ഇന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്തത്, എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്ര വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ഇന്ന സ്കിൽസ് ഞാൻ ഗെയിൻ ചെയ്തിട്ടുണ്ട്, ഈ സ്കിൽ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും. പ്രീവിയസ് കമ്പനിയിൽ എൻ്റെ സ്കിൽ ഉപയോഗിച്ചിട്ട് കമ്പനിയിൽ 50 to 60% കമ്പനിക്ക് ഗ്രോത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പെർസെൻറ്റേജ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. ചുമ്മാ ഒരു റണ്ണിങ് ലെറ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചുമ്മാ ലെറ്റേഴ്സ് മാത്രം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഒരിത് കാണത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇയർ മെൻഷൻ ചെയ്യുക, എന്നിട്ട് ഇടയ്ക്ക് 50%, 60% എൻ്റെ ഇതിന് കാരണം കമ്പനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുള്ളത്, കമ്പനിക്ക് പ്രോഫിറ്റ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുന്നത് കുറച്ച് നന്നായിരിക്കും. യുവർ ക്വാളിഫിക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, സ്കിൽസ് ആയിരിക്കണം കൂടുതൽ മെൻഷൻ ചെയ്തിരിക്കേണ്ടത്. ഓരോ സെൻറ്റൻസിലും 1-2 സ്കിൽസ് ആഡ് ചെയ്യുന്നത് കുറച്ച് നന്നായിരിക്കും. കാരണം
ഓരോ സെൻറ്റൻസ് വായിക്കും തോറും റിക്രൂട്ടേഴ്സിന് ഒരു ഇംപ്രഷൻ കൂടും. അതുകൊണ്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ പെർസെൻറ്റേജ് കൂടെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, പെർഫെക്റ്റ് ആയിരിക്കും. Second paragraph, body. First one, show your qualification. Second one, connect with the company. In my previous role at ABC, I successfully managed social media campaigns, created engaging content, and analyzed performance data to improve marketing strategies. My ability to work cooperatively with cross-functional teams, combined with my strong communication skills, helped increase brand visibility and sales by 20%. I am excited about the opportunity to bring my skills to XYZ and contribute to your continued success in the marketing field. One, connect with the company. ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അതിൽ നിന്ന് ഇത്ര സ്കിൽസ് ഞാൻ ഗെയിൻ ചെയ്തിട്ടുണ്ട്. ഈ സ്കിൽസ് വെച്ച് എനിക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും. ഈ ഇതിൽ വെച്ചിട്ട് എനിക്ക് ഈ കമ്പനിയിൽ XYZ കമ്പനിക്ക് ഇപ്പം ജോയിൻ ചെയ്യാൻ പോകുന്ന കമ്പനിക്ക് ബെനിഫിറ്റേ ഉണ്ടാകത്തുള്ളൂ. അതുമല്ല, ഈ കമ്പനിയെ പറ്റി കുറച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ടുണ്ട്. കമ്പനിയുടെ കൾച്ചർ, വാല്യൂ, കമ്പനി എന്ത് പ്രോജക്റ്റ് ആണ് നോക്കുന്നത് എന്നൊന്ന് ക്ലിയർ ആയിട്ട് അതിനകത്ത് ഒന്ന് മെൻഷൻ ചെയ്തിരിക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും. ലാസ്റ്റ് വൺ, ബി കൺസൈസ്. കവർ ലെറ്റർ എപ്പോഴും 1 പേജിൽ കൺക്ലൂഡ് ചെയ്യാൻ നോക്കുക. എനിക്ക് ഒത്തിരി സ്കിൽസ് ഇനി ആഡ് ചെയ്യണം എന്ന് വെച്ചിട്ട് കുറേ അങ്ങ് ഇതാക്കരുത്. വളരെ ഷോർട്ടായിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട്, എങ്കിൽ എല്ലാ കീ പോയിന്റ്സും ആഡ് ചെയ്തിട്ട് വേണം ഇതാക്കാൻ. പെട്ടെന്നൊരു സ്കിപ്പ് ആൻഡ് സ്കിം റീഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിക്രൂട്ടേഴ്സ് മനസ്സിലാക്കണം ഇത് പക്ക പ്രൊഫൈലാണ് എന്നുള്ളത്. സെക്കൻഡ് വൺ, എയിംഡ് വിത്ത് എ കോൾ ടു ആക്ഷൻ. അതിൽ ലാസ്റ്റ് 2-3 സെൻറ്റൻസ് ഒന്ന് മെൻഷൻ ചെയ്യുക. ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. താങ്ക് യു ഫോർ കൺസിഡറിങ് മൈ പ്രൊഫൈൽ. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റ് ആണ്. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെയിലും കൂടെ ചെയ്യാം. ഞാൻ ഇൻ്റർവ്യൂ കോളിനെ എക്സ്പെക്റ്റ് ചെയ്യുകയാണ് എന്നൊക്കെ വെച്ചിട്ട് ഒരു മെയിലൊക്കെ ചെയ്യാം. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ മെയിൽ സെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ടൈം സോൺ നോക്കിയിട്ട് പ്ലസ് വർക്കിംഗ് എപ്പോഴാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനൊരു 30 മിനിറ്റ്സോ അല്ലെങ്കിൽ 45 മിനിറ്റ്സിന് മുമ്പേ മെയിൽ സെൻഡ് ചെയ്യാൻ നോക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം സോൺ നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഡേ ടൈമിലുള്ള കമ്പനിയുണ്ട്, ചിലപ്പം ഷിഫ്റ്റ് ബേസ് വർക്ക് ചെയ്യുന്ന കമ്പനികളുണ്ട്. ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ ഒരു 9:30 മോർണിംഗ് ഒരു 9:30 കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 8:45 അല്ലെങ്കിൽ 9 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് മെയിൽ സെൻഡ് ചെയ്യണം. ബിക്കോസ് റിക്രൂട്ടേഴ്സ് വന്ന് രാവിലെ ജോബ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് വൺ അവർ മെയിൽ ചെക്ക് ചെയ്യും. എന്തെങ്കിലും എസ്കലേഷനോ അങ്ങനെയുള്ള കാര്യത്തിനായിരിക്കും മെയിൽ ചെക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഒരു മെയിൽ അവിടെ കാണുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ. അപ്പം വളരെ ഫ്രഷ് മൈൻഡിലിരിക്കുക. അപ്പം ചിലപ്പോൾ ഒന്ന് നോക്കാൻ ചാൻസസ് ഉണ്ട്. നോക്കി കഴിയുമ്പോഴത്തേക്ക് എല്ലാം വളരെ പക്ക ഇടണേ അപ്പം തന്നെ ഒരു 12 o'clock തന്നെ കോള് കിട്ടിക്കും. അതായത് ഉച്ചയ്ക്ക് മെയിൽ സെൻഡ് ചെയ്ത് രാവിലെ, അതൊക്കെ എന്ന് പറഞ്ഞാൽ ബിസി ഷെഡ്യൂളായിരിക്കും. അവർ തന്നെ അവരുടെ വർക്കിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയായിരിക്കും. ചിലപ്പം ആ ഒരു മൈൻഡിലിരിക്കുന്ന സമയത്ത് ചിലപ്പം നോക്കണമെന്നില്ല. നമ്മളെപ്പോഴും സ്റ്റാർട്ടിങ് ടൈമിൽ ജോബൊക്കെ നോക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് കമ്പനി എപ്പോഴാണോ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനൊരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 45 മിനിറ്റ്സ് മുമ്പേ നിങ്ങൾ മെയിൽ ചെക്ക് ചെയ്യാൻ നോക്കണം. മെയിലാണെങ്കിലും ശരി തന്നെ, ഇപ്പോൾ വാട്സപ്പ് ചാറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ചാറ്റൊക്കെ ആണല്ലോ ഈ ജോബ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള മെസ്സേജസ് ഒക്കെ ഒരു 30 മിനിറ്റ്സ് മുമ്പേ ചെക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതാകുമ്പോൾ ഫ്രഷ് മൈൻഡ്. Third paragraph, conclusion. First one, be concise. Second one, aimed with a call to action. I have always admired XYZ for its innovative approach and commitment to quality, and I would be thrilled to be a part of a team that shares my passion for creativity and growth. I am confident that my background and skills make me an ideal candidate for this position. Look forward to the opportunity to discuss how I can contribute to your team. Please feel free to contact me at your phone number or via your mail ID to schedule an interview. Professional closing. End with a formal closing such as sincerely or best regard followed by your name. Last one, proofreading. Before sending your cover letter, check for any spelling or grammatical errors. As well written error-free letters show professionalism and attention to detail. I hope this video is helpful for you. ജോബ് റിലേറ്റഡ് മാറ്റർ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ഷെയർ വിത്ത് ഡിയർ ആൻഡ് യുവർ സ്പ്രെഡ് ലവ്. ബൈ ഫോർ നൗ.